നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓഫീസിൽ വെച്ച് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എന്താ മോളെ? അവിടെ വെച്ച് കുട്ടന് ഇത്തിരി നേരം പഴയ ഓർമ്മകൾ തിരിച്ചു വന്നു. ഓർമ്മ കിട്ടിയിട്ട് ഇവൻ എന്താ ചെയ്തേ മോളെ? ഓർമ്മ കിട്ടിയപ്പോ കുട്ടന് എന്തൊക്കെയോ സംശയങ്ങളുള്ളതായി എനിക്ക് തോന്നി. കുട്ട കണ്ണു തുറക്ക്, കുട്ട കണ്ണു തുറക്കാൻ. ഋഷി എന്താ പറ്റിയ? ഋഷി അല്ല, ഇടയ്ക്ക് കുട്ടന് ഓർമ്മ വന്നായിരുന്നു. ഓർമ്മയിൽ വന്ന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ കണ്ടപ്പോ മനസ്സിലായില്ല. ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചു കുട്ടൻ ബഹളം വെച്ചു. ആ ടെൻഷനിലാന്ന് തോന്നുന്നു കുട്ടൻ പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു. കണ്ണു തുറക്ക്. കണ്ണു തുറക്ക്. നീ വെള്ളം കെടുത്തേ. കുട്ടാ കുട്ടാ ഏട്ടാ 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 എനിക്ക് ഏട്ടാ ഏട്ടാ കുട്ടാ കുട്ടാ ഇതെന്തായാലും നല്ലൊരു ലക്ഷണമാണ്. ചേച്ചി ഇവിടെ വന്ന് കയറി ഉടനെ തന്നെ ഏട്ടന് ഓർമ്മ കിട്ടാനുള്ള സാധ്യത തെളിയാണല്ലോ. എന്താ നിങ്ങൾ എന്താ ഇവിടെ കൂടി നിൽക്കണേ? ചേച്ചി ഏട്ടന് ഓർമ്മ വന്നിട്ട് അന്നത്തെ പോലെ ചേച്ചിയെ പുറത്താക്കാൻ ശ്രമിച്ച ചേച്ചി എന്ത് ചെയ്യും? അമ്മേ വേഗം വയ്ക്കോ മോളെ. ഓഫീസിലെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു അമ്മ. ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ടെന്നാ എന്റെ വിശ്വാസം. മോളെ, സിദ്ധു മോളെ ബുദ്ധിമുട്ടിച്ചായിരുന്നോ? കുട്ടൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്നായിരുന്നു എന്റെ പേടി. ഓഫീസിൽ വെച്ച് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എന്താ മോളെ? അവിടെ വെച്ച് കുട്ടന് ഇത്തിരി നേരം പഴയ ഓർമ്മകൾ തിരിച്ചു വന്നു. ഓർമ്മ കിട്ടിയിട്ട് ഇവൻ എന്താ ചെയ്തേ മോളെ? ഓർമ്മ കിട്ടിയപ്പോ കുട്ടന് എന്തൊക്കെയോ സംശയങ്ങളുള്ളതായി എനിക്ക് തോന്നി. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടി കുട്ടൻ ശ്രമിച്ചു. അവിടെ ഇരുന്ന ഫയലുകളും മറ്റൊക്കെ എടുത്ത് നോക്കി. എന്നിട്ട് സിദ്ധു മോളെ തിരിച്ചറിഞ്ഞോ? എന്നെ കുട്ടന് മനസ്സിലായില്ല. ഞാൻ എന്തിനാ അവിടെ ഇരിക്കുന്നതെന്നൊക്കെ കുട്ടൻ എന്നോട് ചോദിച്ചു. ആ ഓഫീസിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്നും കുട്ടൻ അന്വേഷിച്ചു. നീ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ കുട്ടനത് വിശ്വാസമായില്ല. ഭാര്യ ആയിരുന്നെങ്കിൽ ഞാൻ പറയാതെ തന്നെ എന്നെ തിരിച്ചറിഞ്ഞെന്ന ഭാവമായിരുന്നു കുട്ടന്. കുട്ടന്റെ പെരുമാറ്റം മോൾക്ക് വിഷമായിട്ടുണ്ടാവുമല്ലേ? ഓർമ്മ കിട്ടിയാലും കുട്ടൻ എന്നെ തിരിച്ചറിയാനുള്ള സാധ്യതയില്ലാന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ലമ്മേ. ആദ്യം കുട്ടന്റെ ഓർമ്മകൾ പൂർണ്ണമായും കുട്ടനെ തിരികെ കിട്ടട്ടെ. എന്നിട്ട് എനിക്ക് എന്താണ് ദൈവം വിധിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കാം. നിന്നെ ഞാൻ എന്തു പറഞ്ഞ മോളെ സമാധാനിപ്പിക്കുക? അതിനെക്കുറിച്ചൊന്നും അമ്മ ഇപ്പൊ ചിന്തിക്കണ്ട. കുട്ടന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മകൾ വരുന്നുണ്ടല്ലോ, അതോർത്ത് അമ്മ സമാധാനിക്കേ, സന്തോഷിക്കേ. അതാ ഇപ്പൊ വേണ്ടത്. അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് മോളെ. ഓഫീസും അവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണുമ്പോ കുട്ടന് പഴയ ഓർമ്മകൾ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും തരത്തിൽ ഓർമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല.
സിദ്ധുവിന്റെ ഓർമ്മകൾ ചെറിയ രീതിയിലെങ്കിലും തിരികെ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മോളുടെ കഠിനാധ്വാന, മോളുടെ നിരന്തരമായ പരിശ്രമമാണ്. കുട്ടന്റെ അസുഖം പൂർണ്ണമായും ഭേദാക്കി എടുക്കാൻ വേണ്ടി എന്തെല്ലാം പ്രയാസങ്ങളാ മോള് സഹിക്കുന്നേ. മോളുടെ സഹനശക്തി കണ്ടിട്ട് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. ഇത്രയും സഹനശക്തി മറ്റാർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുത്തശ്ശിക്ക് എന്തോ അനിഷ്ടമുള്ളതുപോലെ. ഏയ്, അമ്മയ്ക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവില്ല. മോളുടെ പ്രയത്നം കാരണം സിദ്ധുവിന് ഓർമ്മ തിരികെ കിട്ടുന്നതിൽ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതെനിക്ക് ഉറപ്പാ മോളെ. ഇപ്പോഴും അമ്മയ്ക്ക് ഉള്ളിൽ സന്തോഷം തന്നെയാവും. പക്ഷേ അമ്മ അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം. മുത്തശ്ശിക്ക് എന്നിലുള്ള വിശ്വാസക്കുറവ് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു. അതൊക്കെ മാറും മോളെ. മോള് സമാധാനായിട്ടിരിക്കെ. ആ, ആദ്യം മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഓഫീസിലെ ജോലി തിരക്കിന്റെ ആവും. നന്നായിട്ടൊന്ന് കുളിച്ചു കഴിയുമ്പോ അതൊക്കെ മാറും. ആ, പിന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. മോള് ചെന്ന് ഫ്രഷ് ആയിട്ട് അവനെയും കൂടെ വിളിച്ചോണ്ട് വാ. ആ, ശരി അമ്മ. ചേച്ചി. ആ, ഗോപു, എന്താ? നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നേ? ചേച്ചി അമ്മയും തമ്മിൽ സംസാരിച്ചൊക്കെ ഞാൻ കേട്ടു. സിദ്ധുവേട്ടന് വേണ്ടി ചേച്ചി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ചേട്ടൻ ഓർമ്മ കിട്ടുന്ന സമയത്ത് ചേട്ടൻ ചേച്ചിയെ തിരിച്ചറിയുന്നില്ലല്ലോ. ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് പോലും അത് മനസ്സിലാവുന്നില്ലല്ലോ. സിദ്ധുവേട്ടൻ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോ ചേച്ചിക്ക് ഇതെല്ലാം എങ്ങനെ സഹിക്കാനാവുന്നു? ചേച്ചിക്ക് സങ്കടം തോന്നുന്നില്ലേ? ഓർമ്മ തിരികെ കിട്ടിയപ്പോ സിദ്ധുവേട്ടൻ ചേച്ചിയെ തിരിച്ചറിഞ്ഞില്ലെന്ന് ചേച്ചി എത്ര കൂളായിട്ട് അമ്മയോട് പറഞ്ഞത്. ഗോപു, കുട്ടൻ എന്നെ മറക്കുന്ന സമയത്താ കുട്ടന്റെ അസുഖം മാറിയെന്ന് എനിക്ക് ഉറപ്പാകുന്നത്. അതുകൊണ്ടാ കുട്ടൻ എന്നെ മറന്നപ്പോ ഞാൻ സങ്കടപ്പെടാത്തത്. സത്യത്തിൽ കുട്ടൻ എന്നെ തിരിച്ചറിയാത്തതില് എനിക്ക് സന്തോഷാ തോന്നിയത്. കുട്ടന്റെ അസുഖം ഭേദാവണം, അതാ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. ഞാൻ ഋഷിയെ സ്നേഹിച്ചത് കൊണ്ടാണല്ലോ ചേച്ചി ഇവിടെ അകപ്പെട്ടു പോയത്. അതുകൊണ്ടാണല്ലോ ചേച്ചിക്ക് എപ്പോഴും ത്യാഗം മാത്രം സഹിക്കേണ്ടി വരുന്നത്. എന്നിട്ട് എന്ത് പ്രയോജനം? ഒരാൾക്ക് പോലും ചേച്ചിയോട് നന്ദിയില്ല. എല്ലായിടത്തും ചേച്ചിക്ക് അപമാനം മാത്രമേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.